ഞാൻ ഞാൻ വിവി ഒന്ന് വിളിച്ചു നോക്കട്ടെ വേണുവേട്ടാ. തറയിൽ കിടന്ന വേദന കൊണ്ട് പിടയുന്ന ലക്ഷ്മിയെ കാണി അടങ്ങിയിരിക്കാനും കഴിയാതെ മാലതി ചോദിച്ചു. എന്തിനു എന്തിനാ നീ ഇപ്പോൾ വിവിയെ വിളിക്കുന്നത്? അതുങ്ങൾ അവിടെ സമാധാനത്തോടെ കഴിയട്ടെ. ആ ചാരു കസേരയിൽ തന്നെ ചാഞ്ഞ് കണ്ണുകൾ അടച്ചിരുന്നുകൊണ്ട് ഒട്ടും അറിവില്ലാത്ത ശബ്ദത്തിൽ പറഞ്ഞു അയാൾ. ലജുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം വേണുവേട്ടാ. വേദന കൊണ്ട് ഞരങ്ങുന്നവളെ കണി നിറ കണ്ണുകൂടെ പറഞ്ഞു അവർ. അതിൻ്റെ ആവശ്യമില്ല. വേദന എന്താണെന്ന് അവൾ നല്ലോണം അറിയട്ടെ. കടുത്ത ദേഷ്യത്തോടെ പറഞ്ഞു വേണു. ഇവൾക്ക് ഇടുപ്പിലെന്തോ പറ്റി വേണുവേട്ടാ. ഇങ്ങനെ കിടന്നാ എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. പറയുമ്പോൾ മാലതി കരഞ്ഞുപോയി. വിവിക്ക് ശേഷം ഗർഭിണിയായപ്പോൾ ഒരു പെൺകുഞ്ഞിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു. പ്രാർത്ഥിച്ചൊടുവിൽ ദൈവം ഒരു പെൺകുട്ടിയെ തന്നെ തന്നു. അവളെ തലയിലും താഴത്തും വെക്കാതെ പൊന്നുപോലെ വളർത്തി വലുതാക്കി. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാതെയാണെങ്കിലും അവളെ ഇഷ്ടത്തിന് തന്നെ വിവാഹവും നടത്തിക്കൊടുത്തു. പിന്നീട് അവളെ സന്തോഷകരമായ ജീവിതം കണ്ട് ആശ്വാസത്തോടെ ഇരിക്കുമ്പോഴാണ് നിരഞ്ജന്റെ അപകടവും മറ്റുമൊക്കെ. അതോടെ വീണ്ടും അവളെക്കുറിച്ചുള്ള ആദിയായി. പക്ഷെ അതിലും വലിയ വേദനയാണ് ഇന്ന് അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ. രണ്ടുപേരുടെ ജീവനെടുക്കാൻ ആ ടിപ്പ് ഡ്രൈവർക്ക് കൊട്ടേഷൻ കൊടുത്തത് ഇവളാണെന്ന് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. ഇടുപ്പിലെ വേദന സഹിക്കാനാവാതെയുള്ള ലക്ഷ്മിയുടെ ഞരക്കമാണ് മാലതി ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. എന്താ ലജു? അവർ അവളെ കവിൾ തലോടിക്കൊണ്ട് വേദനയോടെ തിരക്കി. എത്രയൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും നൊന്ത് പെറ്റുപോയില്ലേ? മാലതി ഒഴുക്കിയിറങ്ങുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് വേദനയുടെ മനസ്സിലോർത്തു. അമ്മ, എന്നെ ഒന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അച്ഛനോട് പറ. ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ വേദന കൊണ്ട് പൊളഞ്ഞു വാവിട്ട് കരഞ്ഞുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. വേണുവേട്ടാ. മാലതി അയാളെ നോക്കി ദയനീയമായി കേണു. എന്തിനാണ് മാലതി? ഇവളെ എന്തിനാണ് ഈ കണ്ട തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടിയത്? എന്നിട്ട് എന്ത് നേടി? ജീവിതം കൈവിട്ട് പോയില്ലേ? മറ്റെന്ത് കാര്യം ക്ഷമിച്ചാലും സ്വന്തം അച്ഛനമ്മമാരുടെ കൊലപാതകയെ നിരഞ്ജൻ വെറുതെ വിടുമെന്ന് കരുതുന്നു നീ? നീർന്ന നെഞ്ച് അമർത്തി തളവിക്കൊണ്ട് അയാൾ ചോദിച്ചു. അവരാകട്ടെ എന്തും മറുപടി പറയാൻ അറിയാതെ അയാളെ നോക്കി കരച്ചിലടക്കാൻ ശ്രമിച്ചു. അപ്പോഴും വേദന സഹിക്കാനാവാതെ നിലവിളിച്ചു തുടങ്ങിയിരുന്നു. ആ നിലവിളി സഹിക്കാനാവാതെ ഇരു കൈകളും ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് ആർത്ത് കരഞ്ഞു മാലതി. എന്താണ് ഏട്ടൻ്റെ കുഞ്ഞി ഈ ആലോചിച്ചു കൂട്ടുന്നത്? പുറത്തു പോയിട്ട് വന്ന നിരഞ്ജൻ ഹാളിലെ സെറ്റിൽ ആലോചനയോടെ ഇരിക്കുന്നവളെ അടുത്ത് വന്നിരുന്ന് തലയിൽ നിന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലേട്ടാ, ഞാൻ വെറുതെ. തല അവൻ്റെ ചുവലേക്ക് ചായച്ചു വെച്ച് കണ്ണുകൾ അടച്ചിരുന്നിട്ട് നിവി മെല്ലെ പറഞ്ഞു. നിരഞ്ജനെ പിന്നാലെ കയറി വന്ന അബി അവളുടെ വാടി മുഖം കാണി വാതിൽക്കൽ തന്നെ നിന്നു. ഒന്നുമില്ലാതെ ഒന്നുമില്ല, എന്തോ ഈ കുഞ്ഞു തലക്കുള്ളിൽ പുകയുന്നുണ്ട്. അവളെ ചേർത്ത് പിടിച്ചിട്ട് നിരഞ്ജൻ പറഞ്ഞു. ഏട്ടൻ പറയുന്ന കിഴക്കെ കണ്ണും മുറുക്കി അടച്ച് വെച്ചിട്ടുണ്ടെങ്കിലും പെണ്ണിൻ്റെ മുഖം ഒന്ന് കോർത്തു പറഞ്ഞു. എന്താ ഏട്ടൻ്റെ കുഞ്ഞിയുടെ ഈ മുഖം വാടാനുള്ള കാരണം? അബിയെ നോക്കി കണ്ണന്ന് ചിമ്മിക്കണ്ട് നിരഞ്ജൻ ചോദിച്ചു. എന്നെ തല്ലാൻ കൊണ്ടുപോയില്ലേ ഏട്ടൻ? ഞാൻ പറഞ്ഞിരുന്നാണ് ജിത്തുവേട്ടനോട് ആ വൈഷ്ണവി തല്ലാൻ പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണമെന്ന്. ചുണ്ടൊക്കെ കൂർപ്പിച്ചു വെച്ചുകൊണ്ട് അവൾ പറയുന്ന കേട്ട് നിരഞ്ജന് ചിരി വന്നു പോയെങ്കിൽ അബിയുടെ വാ തുറന്നു പോയി. അല്ല, ഏട്ടൻ്റെ കുഞ്ഞിക്ക് എന്തവളെ തലൻ ഇത്രയും മോഹം? ചിരി ഒളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു നിരഞ്ജൻ. തല്ലാനല്ല, അവളെ മൂക്കിടിച്ചു പരത്താൻ വേണ്ടിയായിരുന്നു. കണ്ണൊക്കെ തുറന്ന് നിവർന്നിരുന്നു കൊണ്ട് ചൊടിയോടെ അവൾ പറയാൻ തുടങ്ങിയതും തന്നെ കാണാതിരിക്കാൻ എന്നോണം അല്പം മാറിയിരുന്നു അബി. എൻ്റെ കുഞ്ഞി കാരണമില്ലാതെ ആരെയും ഉപദ്രവിക്കില്ലെന്ന് ഏട്ടൻ അറിയാലോ. അപ്പോൾ ആ പെണ്ണിനെ മൂക്കിനിടിക്കുന്നത് എന്തിനാ? ഈ മൂക്ക് തന്നെ ലക്ഷ്യം വെക്കാനുള്ള കാരണം എന്താ? കവളിൽ 2 കൊടുത്താൽ പോരെ? ചിരി അടക്കി അവളോട് ചോദിച്ചിട്ട് അബി നിൽക്കുന്നിടത്തേക്ക് കണ്ണൊന്ന് പായിച്ചു നിരഞ്ജൻ. അവൻ്റെ ചുണ്ടിൽ നേർത്തൊരു ചിരി വിരിഞ്ഞിരുന്നു ആ നേരം. എനിക്ക് ഇഷ്ടമല്ല അവളെ, ഒട്ടും ഇഷ്ടമല്ല. എന്തിനാ അവൾ ചിത്തുവേട്ടനെ ചതിച്ചത്? പാവല്ലേ, നല്ലതല്ലേ ചിത്തുവേട്ടൻ? നിവി അല്പം ദേഷ്യത്തിൽ നിരഞ്ജനെ നോക്കി ചോദിച്ചു. ജിത്തു പാവാണ്, നല്ലതാണ്, അതൊക്കെ ശരിയാ. പക്ഷേ നീ വൈഷ്ണവിയുടെ മൂക്കിടിച്ച് പരത്തുന്നത് എന്തിനെന്നാണ് ഞാൻ ചോദിച്ചത്. അബിയെ ചതിച്ചത് കൊണ്ടാണോ? ചോദിച്ചിട്ട് നിരഞ്ജൻ അവളെ നോക്കി. അല്ല, അവള് അങ്ങനെ ചതിച്ചു പോയതുകൊണ്ടാണല്ലോ എനിക്ക് എൻ്റെ ജിത്തുവേട്ടനെ കിട്ടിയത്. മുഖം കുനിച്ചിരുന്ന് കുഞ്ഞൊരു ചിരിയുടെ മെല്ലെ പറഞ്ഞു നിവി. പിന്നെ എന്താ എൻ്റെ കുഞ്ഞിയുടെ പ്രശ്നം? എന്തിനാ അവളെ മൂക്ക് തന്നെ ലക്ഷ്യം വെക്കുന്നത്? അവളുടെ തലമുടിയൊക്കെ മാടി ഒതുക്കി വെച്ച് കൊടുത്തിട്ട് ചോദിക്കുമ്പോൾ കുറച്ച് മാസങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ അവളുടെ കുറുമ്പും കുസൃതിയുമൊക്കെ തിരികെ വരുന്നത് അറിയാൻ മനസ്സിൽ നിറഞ്ഞിരുന്നു നിരഞ്ജൻ്റെ. അത് പിന്നെ പറയണോ വേണ്ടെന്ന ആലോചനയുടെ മുഖമുയർത്തി ഏട്ടനെ നോക്കിയവൾ. ഏട്ടൻ്റെ കുഞ്ഞ് പറയേ, ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. തൻ്റെ പിന്നിൽ നിൽക്കുന്ന രാധികയും ആര്യയും നിരഞ്ജൻ കണ്ടിരുന്നെങ്കിലും കാണാത്തതുപോലെയാണ് അവൻ പറഞ്ഞത്. തിരിഞ്ഞു നോക്കിയാൽ അവൾ അവരെ കണ്ടിട്ട് പറയാൻ വന്നത് പറഞ്ഞില്ലെങ്കിലോ എന്നോർത്തവൻ. അതുണ്ടല്ലോ ഏട്ടാ, ഞാൻ പറഞ്ഞ ഏട്ടൻ എന്നെ കളിയാക്കരുത്. ഞാൻ പറയുന്നത് ആരോടും പറയുകയും ചെയ്യരുത്.
നിവി കണ്ണ് ചുരുക്കി പിടിച്ച് ചിരിച്ചുകൊണ്ട് നിരഞ്ജനോട് പറഞ്ഞു. ഇല്ലെന്നേ, ഏട്ടൻ്റെ കുഞ്ഞെ ഏട്ടൻ കളിയാക്കോ, ആരോടും പറയില്ല, കുഞ്ഞ് ധൈര്യമായിട്ട് പറഞ്ഞു. അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിരഞ്ജൻ. പിന്നെ ആ പെണ്ണിൻ്റെ മൂക്ക് ജിത്തുവേട്ടന് ഭയങ്കര ഇഷ്ടമാണെന്ന്. ജിത്തുവേട്ടനാണത്രേ അവളെ കൊണ്ട് മൂക്ക് കുതിച്ചത്. അതുകൊണ്ട് എനിക്ക് അവളുടെ മൂക്ക് അത്ര ഇഷ്ടമല്ല. എപ്പോഴെങ്കിലും അവളെ ഞാൻ കാണുമല്ലോ, അന്നേരം മൂക്കിൻ്റെ ഒരു ഇടി ഞാൻ കൊടുത്തിരിക്കും. പണ്ടനെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാത്ത ഏട്ടൻ്റെ കൂട്ടുകാരൻ കിച്ചന് മൂക്കിൽ കൊടുത്ത പോലെ. വലിയ കാര്യം പോലെ നിവി പറഞ്ഞു കേൾക്കെ എവിടേക്കെങ്കിലും മോടിപ്പോകാൻ തോന്നി അവയ്ക്ക്. ആരെയും അമ്മയും പതിഞ്ഞെന്ന് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഏട്ടൻ എന്താ മിണ്ടാത്തത്? ഞാൻ അവളെ ഇടിക്കുമെന്ന് പറഞ്ഞത് ഏട്ടൻ ഇഷ്ടമായില്ലേ? തന്നെ നോക്കിയിരിക്കുന്ന നിരഞ്ജനോട് അവൾ തിരക്കി. ഇഷ്ടായി, നീ ധൈര്യമായിട്ട് ഇടിച്ചു, നിരഞ്ജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചിരിക്കേണ്ട, ഏട്ടൻ ഇങ്ങനെ ചിരിച്ചാൽ എന്നെ കളിയാക്കുമ്പോൾ തോന്നുന്നു എനിക്ക്. പിള്ളേരെ പോലെ കൊഞ്ചിക്കൊണ്ട് കുലുങ്ങിച്ചിരിക്കുന്ന ഏട്ടൻ്റെ നെഞ്ചിൽ ചാഞ്ഞിരുന്നു നിവി. അല്ലട കുഞ്ഞെ, ആ പെണ്ണിൻ്റെ മൂക്ക് അവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എൻ്റെ കുഞ്ഞിക്ക് എങ്ങനെ അറിയാം? അഭി പറഞ്ഞോ നിന്നോടങ്ങനെ? അവളുടെ തലയിൽ മുഖം ചേർത്തിരുന്ന നിരഞ്ജൻ ചോദിച്ചു. അത് ജിത്തുവേട്ടനെ കളിയാക്കുന്ന നേരത്ത് അറിയാതെ സച്ചേട്ടൻ പറഞ്ഞത് ഞാൻ കേട്ടു. അന്ന് മുതൽ എനിക്ക് അവളെ ഇഷ്ടമല്ല, അവളുടെ മൂക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അവളുടെ മൂക്കിൻ്റെ കാര്യത്തിൽ എന്താ കഥയെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞില്ല. വാ പൊത്തി പിടിച്ചൊരു കള്ളച്ചീരോടെ നിവി പറഞ്ഞു. അതിന് നീ അവളുടെ മൂക്ക് കണ്ടിട്ടുണ്ടോ? അവളെ കണ്ടിട്ടില്ല, പിന്നെയല്ലേ മൂക്ക്? നിരഞ്ജൻ ചോദിക്കേ അവളിൽ നിന്ന് തലയാട്ടിക്കൊണ്ട് കുറുമ്പോടെ പറഞ്ഞു. ഭാഗ്യം. നെഞ്ചിൽ കൈവച്ച് നിരഞ്ജനെന്ന് ആശ്വസിക്കേ അതേ ആശ്വാസത്തോടെ പുറത്തു നിന്നവനും നെഞ്ചിൽ കൈ ചേർത്ത് വെച്ചു. എൻ്റെ ഏട്ടന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ആ പെണ്ണിൻ്റെ മൂക്കിടിച്ച് പരത്താഞ്ഞിട്ട് എൻ്റെ നിവിക്കുട്ടിക്ക് സമാധാനം ഇല്ലല്ലേ? അടുക്കളയിലേക്ക് വന്ന് നിവിയെ ചുറ്റി പിടിച്ചുകൊണ്ട് അഞ്ചു തിരക്കി. അത് നീ എങ്ങനെ അറിഞ്ഞു? ഏട്ടനോട് പറഞ്ഞിട്ട് അകത്തേക്ക് വന്നപ്പോഴേക്കും അതേ കാര്യം അഞ്ച് ചോദിക്കുന്ന കേൾക്കെ കണ്ണ് തുറപ്പിച്ചുകൊണ്ട് നിവി അവളെ നോക്കി. അതൊക്കെ ഞങ്ങൾക്കറിയാം അല്ല ചേച്ചി? അഞ്ച് മുഖം ചെരിച്ച് ആര്യയെ നോക്കി. ഒന്ന് പോവണേ, കൊച്ചിനോരെന്ന് പറഞ്ഞ് കളിയാക്കാതെ. അഞ്ജുവിൻ്റെ കയ്യിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് ആര്യ പറഞ്ഞു. സത്യം പറഞ്ഞു, ഞാൻ എൻ്റെ ഏട്ടനോട് പറഞ്ഞ കാര്യം നീ എങ്ങനെ അറിഞ്ഞേ? നിവി കപട ഗൗരവത്തോടെ അഞ്ജുവിനെ നോക്കി. ഏട്ടൻ്റെ കുഞ്ഞി ഏട്ടനോട് പറഞ്ഞതേ എൻ്റെ അമ്മയും ചേച്ചിയും കേട്ടു. നീ അവളുടെ മൂക്കിലിടിക്കുന്നത് കാണാൻ ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. നിവിയുടെ കവളിൽ അമർത്തിയൊന്ന് മുത്തിക്കൊണ്ട് അഞ്ജു പറഞ്ഞു. എന്താ ഇവിടെ? അഞ്ച് നിവിയെ ഉമ്മ വെച്ചത് കണ്ടുകൊണ്ട് അടുക്കളയിലേക്ക് നാബി അതത്ര ഇഷ്ടമാവാതെ നേർത്തൊരു കുശുമ്പോടെ തിരുക്കി. ഓ, ഇവിടെ എന്താ ഒന്നുമില്ല അല്ലടി നിവി. അഞ്ച് വെപ്രാളത്തോടെ പറഞ്ഞു കേട്ട് അഭി നീട്ടിയൊന്ന് മൂളിക്കൊണ്ട് വീർത്ത മുഖത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന നിവിയെ നോക്കി. പെണ്ണവൻ്റെ നോട്ടം കണിത് മുഖം വെട്ടിച്ചുണ്ട് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ പോക്ക് നോക്കിയെന്ന അഭിയുടെ ചുണ്ടൊന്ന് വിടുന്നത് കാണി അമ്മയും രണ്ട് പെങ്ങന്മാരും സന്തോഷത്തോടെ പരസ്പരം ഒന്ന് നോക്കി. ഏട്ടൻ്റെ കുഞ്ഞിക്ക് എന്താ എന്നെ കണ്ടപ്പോൾ ഒരു പിണക്കം പോലെ. കുറേയേറെ നേരം അഞ്ജുനും വേദുനും അപ്പം മുറ്റത്തൊക്കെ ചുറ്റിത്തിരിഞ്ഞ് ഉണങ്ങിയ തുണികളും എടുത്ത് മുറിയിലേക്ക് കയറി വന്നവളെ കാണി ഫോണും നോക്കി ബെഡിൽ കിടക്കുകയായിരുന്ന അഭി മേലെ എഴുന്നേറ്റിരുന്നുകൊണ്ട് ചോദിച്ചു. എനിക്കെന്തിനാ പിണക്കം? അപ്പോഴും വീർത്ത് കെട്ടിയിരിക്കുന്ന മുഖത്തോടെ ചോദിച്ചിട്ട് നിവി അവനെ നോക്കി. അതല്ലേ ഏട്ടൻ്റെ കുഞ്ഞ് ഞാൻ ചോദിച്ചത്. ആ മുഖവും വർത്തമാനവും അഭിൽ കുസൃതി നിറച്ചു. ഏട്ടൻ്റെ കുഞ്ഞിന്ന് ജിത്തുവേട്ടൻ എന്നെ വിളിക്കേണ്ട. കണ്ണൂട്ടി പിടിച്ചൊരു നോട്ടത്തോടെ പെണ്ണു പറഞ്ഞു. ഏട്ടൻ്റെ കുഞ്ഞല്ലേ ഇത്? ചോദിക്കുന്നതിനൊപ്പം അവൾക്ക് അടുത്തേക്ക് വന്നു നിന്നു അഭി. ഞാൻ എൻ്റെ ഏട്ടൻ്റെ മാത്രം കുഞ്ഞിയാണ്. ജിത്തുവേട്ടൻ എന്നെ നിവി എന്നല്ലേ, അല്ല നിവിതയെന്ന് നീട്ടിയല്ലേ വിളിക്കുന്നേ. അങ്ങനെ തന്നെ ഇനിയും വിളിച്ചാൽ മതി. പിണക്കമോ ദേഷ്യമോ വിഷമമോ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭാവമായിരുന്നു ആ നിമിഷം അവളിൽ. അത് പറ്റില്ലല്ലോ കുഞ്ഞി, എനിക്കും കുഞ്ഞെ ഏട്ടൻ്റെ കുഞ്ഞെന്ന് തന്നെ വിളിക്കണം. ചുമരിൽ ചാരി കാനത്ത മുഖത്തോടെ തുറച്ചു നോക്കി നിൽക്കുന്നവളെ ഇരുവശവും കൈകൾ ഊന്നി നിന്നുകൊണ്ട് അഭി പറഞ്ഞു. തൻ്റെ മുഖത്തിനടുത്ത് വല്ലാത്തൊരു ഭാവത്തോടെ നിൽക്കുന്ന അവൻ്റെ മുഖത്തേക്ക് ഒരിക്കൽ കൂടെ നോക്കാനാവാതെ മുഖം കുനിച്ചു കളഞ്ഞു നിവി. നിവിത. ആ നിൽപ്പ് കാണെ ഉള്ളിൽ നിറഞ്ഞു തൂവുന്ന പ്രണയത്തോടെ അഭി വിളിച്ചു. പെണ്ണ് കുനിഞ്ഞ മുഖത്തോടെ നിന്നുകൊണ്ടൊന്ന് മൂളി. വൈഷ്ണവിയുടെ മൂക്ക് എനിക്കിപ്പോൾ തീരെ ഇഷ്ടമല്ല. ഇപ്പം എനിക്ക് വേറെ ഒരാളുടെ മൂക്കും കവളം ചുണ്ടും പിന്നെ മറ്റു പലതുമൊക്കെയാണ് ഇഷ്ടം. ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന പ്രണയ ഉന്മാദത്തോടെ അവളിൽ ഒന്നോടെ ചേർന്നതുകൊണ്ട് അഭി പറഞ്ഞു. അതാരാ ആ ഒരാൾ? ഒന്നും അറിയാത്ത പോലെ നിന്ന് വിടർന്ന കണ്ണുകളിൽ കുറുമ്പ് നിറച്ചവൾ ചോദിച്ചു. അതൊരാൾ. അഭി ചിരി അടക്കി പറഞ്ഞു. നിവി അവൾ പോലും അറിയാതെ അവൻ്റെ വർത്തമാനവും താടിക്കുഴിഞ്ഞുള്ള കള്ളച്ചിരിയും കണ്ണിച്ചിമ്മത നോക്കി നിന്ന് പോയി. ഒരിക്കൽ പ്രണയം കൊണ്ട് മുറിവേറ്റ രണ്ട് ഹൃദയങ്ങളിൽ ഇനി ഒരിക്കൽ കൂടെ പ്രണയം വിടരില്ല എന്നുറപ്പിച്ച ഹൃദയങ്ങളിൽ വീണ്ടും പ്രണയത്തിൻ്റെ ഉന്മാദം നിറയുന്ന രണ്ടുപേരും ഒരുപോലെ അറിയുന്നുണ്ടായിരുന്നു. നിവിത. അഭി വിളിക്കാൻ മേലെ മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിവി. അവൻ്റെ കണ്ണുകളിലെ ആ ആഴക്കടലാഴങ്ങളിൽ ഒരു നിമിഷം അവൾ കുടുങ്ങിപ്പോയിരുന്നു. ഏയ്. അഭി അവളുടെ കുഞ്ഞു മുഖത്തേക്ക് മുഖം താഴ്ത്തി നോദിക്കൊണ്ട് വിളിച്ചു. എന്താ?
അവൻ്റെ നിശ്വാസം ചൂടിൽ പെണ്ണെന്ന് പിടഞ്ഞു പോയെങ്കിലും ചോദിച്ചു. എന്ത്? വെറിയിലോടെ ചോദിച്ചവൾക്ക് അടുത്തു നിന്ന് അല്പം മാറുന്നിട്ട് അഭി തിരികെ ചോദിച്ചു. എന്നെ എന്തിനാ വിളിച്ചേ? പെണ്ണ് ചമ്മലൊക്കെ മാറ്റിവെച്ച് അവനെ ചുണ്ടു കുറിപ്പിച്ച് നോക്കി. ഈശ്വര, ഈ പെണ്ണ് എന്നെ വഴി തെറ്റിക്കും. ദേ ഏട്ടൻ്റെ കുഞ്ഞി ഈ ചുണ്ടിങ്ങനെ കുറിപ്പിച്ചാൽ കടിച്ചെടുക്കും ഞാൻ. കഴിക്കാൻ പോകും പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ഇരു കൈകൊണ്ടും അവനെ തള്ളി നീക്കിയിട്ട് മുറുക്കി പുറത്തേക്ക് ഓടി ഇറങ്ങിപ്പോയി കളഞ്ഞു നെവി. അയ്യേ ഏട്ടൻ്റെ ചട്ടമ്പിപ്പാറോ, നീ ഇത്രയുള്ളൂ. ഇടുപ്പിൽ കൈകുത്തിന്ന് ചിരിച്ചു പോയി അഭി. അഡ്മിറ്റ് ആകണമെന്നാണ് അമ്മ ഡോക്ടർ പറഞ്ഞത്. ഇടുപ്പിലിന് ചെറുതല്ലാത്തൊരു പൊട്ടലുണ്ടെന്ന്. ഒരു രാത്രി മുഴുവനും വേദന സഹിച്ച് നിലവിളിച്ച് കിടന്ന ലക്ഷ്മി പിറ്റേന്നാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതും വിവിയെ വിളിച്ച് വരുത്തേണ്ടി വന്നു. ഇവിടെ കൊണ്ടുവന്ന് പല ടെസ്റ്റൊക്കെ നടത്തി നോക്കിയ ശേഷം ഇപ്പോൾ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞതാണ് വിവേക് അമ്മയോട് പറഞ്ഞത്. അച്ഛൻ്റെ കാര്യം എന്ത് ചെയ്യുമെന്നാണ്? ദീപു വരുമോ? വിവി വേണു ഹോസ്പിറ്റലിൽ വരാൻ കൂട്ടാക്കാതെ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അയാൾക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്, അതിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ കൃത്യസമയത്ത് ആഹാരവും മരുന്നുമില്ലാതെ അയാൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് അവർ നിറമീഴയുടെ ദയനീയമായി വിവേകിനെ നോക്കി. അറിയില്ലമ്മ, ലച്ചുവിൻ്റെ കാര്യം അറിഞ്ഞതോടെ അവളുടെ വീട്ടിലും എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ്. അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ അറിഞ്ഞാൽ ഏതൊരു വീട്ടുകാരും പറയുന്നത് ദീപികയുടെ വീട്ടുകാരും പറയുന്നുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതുപോലും അവിടുത്തെ അച്ഛന് ഇഷ്ടമായിട്ടില്ല. വല്ലായ്മയുടെ പറഞ്ഞു വിവേക്. സാരില്ല, നീ പൊയ്ക്കോ. ഇനി അവർക്ക് കൂടെ മുഷിപ്പ് തോന്നണ്ട. അവളെ വാർഡിലേക്ക് മാറ്റട്ടെ. എന്നിട്ട് ഇവിടുത്തെ സൗകര്യം നോക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് ഓടിപ്പോയി അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് എനിക്കും അവൾക്കും കൂടി ഇത്തിരി എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങി പോരാം. ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെ ചിലുണ്ടാകുമെന്ന് അറിയില്ലല്ലോ. ഗവൺമെൻറ് ആശുപത്രിയാണെങ്കിലും ചില മരുന്നും കാര്യങ്ങളുമൊക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. ഒരുപാട് നീക്കിയിരിപ്പൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നോക്കിയും കണ്ടും ചിലവാക്കാം. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് മാലതി പറഞ്ഞു. അമ്മ വിചാരിക്കും പോലെ അവളെ ഇവിടെ തനിച്ചാക്കി പോകാനൊന്നും പറ്റില്ല. 3 മാസം മനങ്ങാതെ കിടക്കണം. എപ്പോഴും ഒരാൾ കൂടെ വേണം. 3-4 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം. വീട്ടിലും ഇവിടെ കിടക്കും പോലെ തന്നെ കിടക്കേണ്ടി വരും. ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ആർക്കും അറിയണ്ടല്ലോ. എന്തായാലും നിങ്ങൾ വീട്ടിലേക്ക് വരും വരെ അച്ഛൻ്റെ കാര്യം ഓർത്ത് അമ്മ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. അമ്മയുടെ വിഷമം കാണി ആലോചനയുടെ വിവേകം പറഞ്ഞത് കേട്ടൊരു ആശ്വാസത്തോടെ തലയാട്ടി മാലതി. നിരഞ്ജൻ അറിഞ്ഞോ ലക്ഷ്മിയുടെ കാര്യം? ഷോപ്പിൻ്റെ അവസാനഘട്ട പണി നടക്കുന്നതൊക്കെ നോക്കി നിൽക്കുന്ന നിരഞ്ജനോട് വിനയെ തിരക്കി. അവളുടെ അച്ഛൻ ചവിട്ടി നടുവ് ഓടിച്ചതല്ലേ, അതൊക്കെ ഞാൻ അറിഞ്ഞു. അതൊന്നും കാര്യമാക്കണ്ട. അതിൽ നിന്നൊക്കെ അവൾ രക്ഷപ്പെട്ടു പോരും. വെട്ടി മുറിച്ചിട്ടാലും മുറി കൂടുന്ന ഇനമാണത്. ആ കിടപ്പൊക്കെ കഴിഞ്ഞിട്ട് അവൾ വരട്ടെ, ബാക്കി അന്നേരം കൊടുക്കുന്നുണ്ട് ഞാൻ അവൾക്ക്. ലക്ഷ്മിയോടുള്ള വെറുപ്പ് നിറയുന്ന ശബ്ദത്തിൽ നിരഞ്ജൻ പറഞ്ഞു. എന്തായാലും ആ യക്ഷ 2-3 മാസം പേടിക്കണ്ടല്ലോ എന്നുള്ളത് ഒരു സമാധാനം തന്നെയാണ്. ഷോപ്പിന് മുന്നിലെ വലിയ ബോർഡിലെ മാംഗല്യം എന്ന പേര് എഴുതിൻ്റെ ഭംഗി നോക്കി നിൽക്കുകയായിരുന്ന സച്ചി ആശ്വാസത്തോടെ പറഞ്ഞു. അവളെ എനിക്കൊരു പേടിയില്ലടാ. 3 മാസം പോയിട്ട് 3 ആഴ്ച അവൾ ആ കിടപ്പ് കിടക്കാൻ ഞാൻ വിടില്ല. അതിനു മുൻപ് അവളെ ഞാൻ പൂട്ടും. പിന്നെ ജയിലിൽ സുഖവാസം നടത്തിയാൽ മതി. അവളെ കൊല്ലാനുള്ള കലിയുണ്ട് എനിക്ക്. പക്ഷെ എൻ്റെ കുഞ്ഞോർത്ത് മാത്രമാണ് ഞാൻ ജീവനോടെ വിടുന്നത്. കടുത്ത പാക്കിയുടെ മുഴുത്തൊരു ചീത്തവാക്ക് പറഞ്ഞു നിരഞ്ജൻ. അതെ, അത് മതി നിരഞ്ജൻ. നമ്മളായിട്ട് അവളൊന്നും ചെയ്യരുത്, നിയമത്തിന് വിട്ടുകൊടുത്താൽ മതി. നിരഞ്ജൻ പറഞ്ഞതിന് ശരി വെച്ചുകൊണ്ട് വിനയ് പറഞ്ഞു. അത് അത്രയുള്ളൂ ഡോക്ടറെ. ഇവളെപ്പോലെയുള്ളവരെ എന്തെങ്കിലും ചെയ്തിട്ട് ജയിലിൽ പോയി കിടക്കാൻ എനിക്കും താല്പര്യമില്ല, പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞെ വേദനിപ്പിച്ചുകൊണ്ട്. നിരഞ്ജൻ പറഞ്ഞു കിട്ടി വിനയ്ക്ക് സച്ചിക്കും ഒരുപോലെ ആശ്വാസം തോന്നി. അല്ല, അഭി വന്നില്ലേ? വരാനുള്ള നേരമായാലോ? പെട്ടെന്ന് ഓർത്ത പോലെ വിനയ് തിരക്കി. അവനിന്ന് ഇത്തിരി താമസിക്കുമെന്ന് പറഞ്ഞിരുന്നു. പെരിങ്ങമല ഏതൊരു സൈറ്റ് നോക്കാൻ പോയതാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങെത്താൻ 6 കഴിയും. അബിയെക്കുറിച്ച് പറയുമ്പോൾ നിരഞ്ജന് ചുണ്ടിൽ ചെറുചിരി വിരിഞ്ഞത് വിനയ ശ്രദ്ധിച്ചിരുന്നു. നിരഞ്ജന് അളിയനെ അങ്ങ് പിടിച്ചു പോയല്ലോ. ചോദിക്കുമ്പോൾ മനോഹരമായി നിന്ന് ചിരിച്ചു വിനയ്. പാവമാണ് എൻ്റെ ഡോക്ടറെ. അവൻ ചെയ്യാത്ത തെറ്റിന് ഒരുപാട് അനുഭവിച്ചില്ലേ. സത്യത്തിൽ ആദ്യമായി കാണുമ്പോഴോ ഹോസ്പിറ്റലിൽ പോകാൻ ഹെൽപ്പ് ചെയ്യുമ്പോഴോ ഒന്നും എനിക്ക് അബിയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ കുഞ്ഞിക്ക് പനി പിടിച്ച് കിടന്നപ്പോഴോ ആ കണ്ട ആളുകൾക്ക് മുന്നിൽ എൻ്റെ കുഞ്ഞിക്കൊപ്പം അബിയെ നാണം കടത്താൻ നോക്കിയവർക്ക് മുന്നിൽ എൻ്റെ കുഞ്ഞെ ഒരു വാക്കുകൊണ്ട് പോലും അബിയോ അവൻ്റെ വീട്ടുകാരെ വേദനിപ്പിച്ചില്ല. അന്നാണ് ആദ്യമായി അവനോട് എനിക്കൊരു മമത തോന്നിയത്. എന്ന് വെച്ച് എൻ്റെ കുഞ്ഞെ അവന് കൊടുക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്തിന് അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞപ്പോൾ ലക്ഷ്മി നിന്ന് അവളെ രക്ഷിക്കണമെന്ന് ഓർത്താണ് മറ്റൊന്നും ചിന്തിക്കാതെ ഈ ബന്ധത്തിന് ഞാൻ സമ്മതിച്ചത്. എന്നാൽ ആ തീരുമാനത്തിൽ ഞാൻ അങ്ങേറെ സന്തോഷവാനാണ്. എൻ്റെ കുഞ്ഞിക്കൊരു ഭർത്താവിന് മാത്രമല്ല കിട്ടിയത്, നല്ലൊരു കുടുംബം തന്നെയാണ്. അതുകൊണ്ടല്ലേ എന്നെ കൂടെ അവർ സ്വന്തം പോലെ ചേർത്ത് പിടിച്ചത്. അതുപോലെ എൻ്റെ കുഞ്ഞി അവളുടെ സന്തോഷവും കുറുമ്പുമൊക്കെ പഴയതുപോലെ തിരിച്ചു വന്നതുപോലും
അവൾ ആ വീടിൻ്റെ ഭാഗമായതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള അവനെ, അവൻ്റെ കുടുംബത്തെ എങ്ങനെ ഞാൻ സ്നേഹിക്കാതിരിക്കും, ചേർത്ത് നിർത്താതിരിക്കും? അപ്പം മാത്രമല്ല കേട്ടോ, നിങ്ങൾ രണ്ടുപേരും അതെ എൻ്റെ ആരൊക്കെയാണ്. ഇരുവരെയും നോക്കി നിറക്കണ്ണുകളിലും പുഞ്ചിരിച്ചുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. അവൻ പറഞ്ഞതൊക്കെ പുറത്തുനിന്ന് കേട്ടൊരുവിൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു പോയിരുന്നു.